ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ യു.എയിലൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു റൂളിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. അതായത് സിക്ക് ലീവിനെ കുറിച്ചിട്ടുള്ള യു.എയിലെ കുറച്ച് നിയമങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ്. അതായത് നമ്മളിപ്പോൾ ഈ കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ചിലപ്പോൾ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടാൽ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് ദിവസം ലീവ് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഇപ്പോൾ തന്നെ ഈ വിഷയം ചൂസ് ചെയ്തത്. ഇനിയിപ്പോൾ കോവിഡിന് മാത്രമല്ല വേറെ ഏതെങ്കിലും അസുഖം വന്നാലും നമ്മുടെ ഓണർക്ക് നമ്മളെ പിരിച്ചു വിടാൻ പറ്റും. കാരണം ഇതിനകത്തൊക്കെ നമ്മൾ സാധാരണ സിക്ക് ലീവ് ഒരു ദിവസമൊക്കെ എടുക്കുന്ന പോലല്ല, കുറച്ചധികം ദിവസം ലീവ് വരും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മളെ പിരിച്ചു വിടാൻ നമ്മുടെ എംപ്ലോയർക്ക് അർഹതയുണ്ടോ, അതെങ്ങനെയൊക്കെ സാഹചര്യങ്ങളാണ്, നമ്മുടെ റൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ വെൽക്കം ടു നാൽക്കവല്ല. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു.എയിലെ നിയമപ്രകാരം, യു.എ ലേബർ റൂൾ പ്രകാരം ആർട്ടിക്കിൾ 82 അതിനകത്ത് പറയുന്നത് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം 2 ദിവസത്തിനകത്ത് തന്നെ നമ്മുടെ എംപ്ലോയറെ അറിയിച്ചിരിക്കണം ആ കാര്യം. നമുക്കത് മെയിലായിട്ടും അറിയിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആൾ വഴിയായിട്ട് ലെറ്ററായിട്ടും അറിയിക്കാം. അങ്ങനെ അറിയിക്കണം എന്നുള്ളത് മസ്റ്റാണ്. 2 ദിവസത്തിനകം തന്നെ എംപ്ലോയറെ അറിയിച്ചിരിക്കണം ഈ ഒരു കാര്യം. ഇനി അടുത്തത് ആർട്ടിക്കിൾ 83 അതിൽ പറയുന്നത് നമ്മളുടെ റൈറ്റ്സും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ഉണ്ടാകുന്ന ബെനഫിറ്റ്സുമാണ്. നമുക്ക് സിക്ക് ലീവ് കൊണ്ട് മൊത്തം ഒരു വർഷം നമുക്ക് 90 ദിവസം വരെയാണ് സിക്ക് ലീവ് എന്നുള്ള കണക്കിൽ നമുക്ക് കിട്ടുന്നത്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. 90 ദിവസം, അതായത് 3 മാസം വരെ നമുക്ക് സിക്ക് ലീവായിട്ട് എടുക്കാം. അതിനകത്ത് 15 ദിവസം, ആദ്യത്തെ 15 ദിവസമായിട്ട് കണക്ക് കൂട്ടുന്നത് നമുക്ക് ഫുൾ പേയ്മെൻറ്റും കിട്ടുന്ന സിക്ക് ലീവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 30 ദിവസം, ഒരു മാസത്തോളം നമുക്ക് ഹാഫ് പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു മാസത്തോളം ഉണ്ട്. അതും കഴിഞ്ഞാൽ 45 ദിവസം കൂടെ നമുക്ക് സിക്ക് ലീവായിട്ടുണ്ട്. അതിനകത്ത് പേയ്മെൻ്റ് ഒന്നും കിട്ടില്ല, പക്ഷേ നമ്മൾക്ക് അവിടെ എംപ്ലോയി ആയിട്ട് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഈ ഒരു കാലയളവിൽ. അതായത് മൊത്തം 90 ദിവസം നമുക്ക് സിക്ക് ലീവായിട്ട് നമുക്ക് കമ്പനിയിൽ തുടരാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു അവസ്ഥയിൽ നമ്മളെ പിരിച്ചുവിടാൻ നമ്മുടെ മുതലാളിക്ക് യാതൊരു അർഹതയും ഇല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ആർട്ടിക്കിൾ 121. അതായത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മുതലാളിനെ അറിയിച്ചു, അതിൻ്റെ ശേഷവും നമ്മളുടെ കയ്യിൽ ഉള്ള ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തു, നമ്മൾ വയ്യാണ്ടിരിക്കുന്നുള്ള പ്രൂഫ്, ഡോക്ടറുടെ പ്രൂഫ് നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടും പുള്ളി നമ്മളെ വർക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് ആർട്ടിക്കിൾ 121 വയലേഷനാണ്. അതിൻ്റെ പേരിൽ പുള്ളിക്കെതിരെ കേസ് കൊടുക്കാം. ഇനി നമ്മൾ ലീവ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മളെ പിരിച്ചുവിടാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് ഈ നമ്മൾ മുതലാളിനെ അറിയിച്ചിട്ടില്ല, 2 ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ അറിയിച്ചിട്ടില്ല, യാതൊരു വിവരം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ വർക്ക് ശരിയായ രീതിയിൽ ചെയ്യുന്നില്ല എന്നുള്ള കാരണം കാണിച്ച് ഈ എംപ്ലോയർക്ക് എംപ്ലോയിനെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച്, അതായത് ജോലി ചെയ്യുന്ന ആൾക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പ്രൊബേഷൻ പീരീഡിലാണെങ്കിൽ സിക്ക് ലീവിന് അർഹതയില്ല. അതായത് ഒരുവിധം കമ്പനിയൊക്കെ 6 മന്താണ് പ്രൊബേഷൻ വയ്ക്കുക, ചിലത് 3 മന്ത്സ്. അപ്പോൾ ആ ഒരു കാലയളവ് കഴിഞ്ഞതിൻ്റെ ശേഷമേ സിക്ക് ലീവിന് നമുക്ക് അർഹത ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ അസുഖം വരുന്നത് മിസ്കോണ്ടാക്റ്റ് കൊണ്ട്, അതായത് നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ അമിതമായി മദ്യപിക്കുന്ന കാരണം നമുക്ക് ലിവർ സിറോസിസ് ഒക്കെ പോലത്തെ എന്തെങ്കിലും അസുഖമാണെന്നുള്ളത് ഈ എംപ്ലോയർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് സിക്ക് ലീവിന് അർഹതയില്ല. നമ്മളതുകൊണ്ട് പിരിച്ചുവിടാം, അയാൾക്ക് യാതൊരു കോമ്പൻസേഷൻ തരാൻ തന്നെ പിരിച്ചുവിടാം. പിന്നെ നമ്മൾ സിക്ക് ലീവ് എടുത്തിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയ്ക്കുള്ള ജോലി നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് പിടിക്കപ്പെട്ടാലും നമ്മൾ ടെർമിനേറ്റ് ചെയ്യാം, ഒരു കോമ്പൻസേഷനും തരാണ്ട്. അതുപോലെയുള്ളത് ഈ എംപ്ലോയർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണ് ഒരു ഡോക്ടറെ വെച്ചിട്ട് നമ്മൾക്ക് ലീവ് എടുക്കേണ്ട അവസ്ഥയിലുള്ളൊരു അസുഖം ഉണ്ടായിരുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാലും ഈ പറഞ്ഞ എല്ലാ റൈറ്റ്സും ഇല്ലാണ്ടാവുന്നതാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ല, നമ്മളുടെ കറക്റ്റായിട്ടുള്ള സിക്ക് ലീവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, എന്നിട്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക്, അതായത് നമ്മുടെ എംപ്ലോയർക്ക് ഈ ഫുൾ സാലറി നമ്മളുടെ ആ സമയത്ത് തരേണ്ടി വരും. പിന്നെ നമ്മൾക്ക് ഇല്ലീഗലായിട്ടുള്ളൊരു നിയമ നടപടി എടുത്തു എന്നതിൻ്റെ പേരിൽ പുള്ളിക്ക് വലിയൊരു കോമ്പൻസേഷൻ തരണം. അതോടൊപ്പം തന്നെ ഫേം അടച്ചു പൂട്ടാൻ തക്ക രീതിയിലുള്ള നിയമം കൂടെ ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് കൊണ്ട് ഓർക്കുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, പരമാവധി ഈ വിവരം അറിയുന്നവർ അവർ കയ്യിൽ വെച്ചേക്കുക, അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്.